നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ച. സാമ്പത്തികപരമായ മുന്നേറ്റത്തിനും ധനപരമായ ക്ലേശങ്ങൾ മാറുന്നതിനും ശ്രീ മഹാലക്ഷ്മി ദേവിയെ ഭജിച്ചാൽ സർവ്വവിധ ഐശ്വര്യവുമാണ് ഫലം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി പ്രീതികരമായ മന്ത്രങ്ങൾ ജപിച്ച് ഐശ്വര്യദേവതയുടെ അനുഗ്രഹം നേടിയ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ഏതൊരു വഴിപാടും പ്രാർത്ഥനയ്ക്കും പരിഹാരത്തിനും ഒക്കെ ലക്ഷ്മി ദേവി അതീവ സന്തുഷ്ടയായി നമ്മളിൽ അനുഗ്രഹം ചൊരിയുന്നതാണ്. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും ശത്രുക്കളിൽ നിന്നുള്ള ദോഷങ്ങൾ മാറുന്നതിനും ഒക്കെയായിട്ട് വെള്ളിയാഴ്ച ദിവസം ഉപ്പുദീപം കത്തിക്കാവുന്നതാണ്. ഉപ്പെന്ന് പറഞ്ഞാൽ കല്ലുപ്പ് കൊണ്ട് ദീപം കത്തിക്കാവുന്നതാണ്. കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, മഹാലക്ഷ്മി അനുഗ്രഹം കൂടിയുള്ള ഏറ്റവും പുണ്യമായ ഒരു വസ്തു. ഇനി ഈ ഉപ്പുദീപം ആർക്കൊക്കെ കത്തിക്കാം എന്ന് നോക്കാം. കടുത്ത സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ ദീപം തെളിയിക്കാവുന്നതാണ്. അതുപോലെ വളരെ നാളായിട്ട് ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ടാവും. അല്ലെങ്കിൽ സ്വപ്നം കണ്ട ഒരു ജോലി ലഭിക്കുവാനായിട്ട്, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുവാനായിട്ട് ഇങ്ങനെയുള്ള വെള്ളിയാഴ്ചയോ പൗർണമി ദിവസമോ ഉപ്പുദീപം തെളിയിക്കുകയാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതാണ്. ഇങ്ങനെ ഉപ്പുദീപം കത്തിച്ച് ശ്രീ മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുന്നവരെ ലക്ഷ്മി ദേവി ഒരിക്കലും കൈവരികയില്ല. അവരുടെ പ്രാർത്ഥന ന്യായമായ രീതിയിൽ ആണെങ്കിൽ അമ്മ അതിനെ എത്രയും വേഗം തന്നെ അതിനുള്ള വഴി അമ്മ കാട്ടിത്തരുന്നതാണ്. ഇനി ഈ ഉപ്പുദീപം എങ്ങനെ കത്തിക്കുന്നെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു വലിയ മൺചിരാത എടുക്കണം. നമ്മൾ സാധാരണ ചെറിയ മൺചിരാതിനെ കാട്ടി ഇച്ചിരി കൂടി വലിപ്പമുള്ളൊരു മൺചിരാത തന്നെ എടുക്കണം. ആ മൺചിരാതിൽ മഞ്ഞൾ കുഴച്ച് അതിൽ മൊത്തം മഞ്ഞൾ കുഴച്ച് ആ പേസ്റ്റ് കൊണ്ട് ഒന്ന് നന്നായിട്ട് ഈ മൺപാത്രത്തിൻ്റെ അകവും പുറവും ഒന്ന് പുരട്ടി കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിറച്ച് കല്ലുപ്പ് നിറയ്ക്കണം. നമ്മൾ വാങ്ങിച്ചു വെച്ച കല്ലുപ്പ് എടുക്കേണ്ട. ഇതിനായിട്ട് ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങിക്കാവുന്നതാണ്. ഈ കല്ലുപ്പിന് മീതെയായിട്ട് കുറച്ച് മഞ്ഞൾ കുങ്കുമം കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ചെറിയ നമ്മൾ സാധാരണ വിളക്ക് കത്തിക്കുന്ന ഒരു മൺചിരാത് ഇതുപോലെ മഞ്ഞൾ പൂശി വെക്കണം. അതിൽ അഷ്ടതം, ഈ ചെറിയ മൺചിരാതിൽ നമ്മൾ അഷ്ടതം ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അഷ്ടതം എന്ന് പറഞ്ഞാൽ സാധാരണ പച്ചരി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ കാണുന്നത് പോലെ ആ ചെറിയ മൺചിരാതിൽ അഷ്ടതം കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി ഈ അരിയും മഞ്ഞൾപ്പൊടിയും കുങ്കുമവും എല്ലാം തന്നെ മഹാലക്ഷ്മി വാസം കൂടികൊള്ളുന്ന വസ്തുക്കളാണ്. ഇനി ഇതിന് മീതെയായിട്ട് കൂടി ഒരു മൺചിരാത് കൂടി വെക്കണം. അതിലാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. അതിൽ സാധാരണ നല്ലെണ്ണ ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കേണ്ടതാണ്. ഇത് കത്തിക്കേണ്ടത് എപ്പോഴും നമ്മൾ വെള്ളിയാഴ്ചകളിൽ സന്ധ്യയ്ക്ക് കത്തിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ് ശുക്രഹോര സമയം. ഈ സമയത്ത് ഈ വിളക്ക് കത്തിച്ച് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചു നോക്കൂ. ഒരു 9 വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് ഈ ഉപ്പുദീപം കത്തിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. ആ സമയം മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ചൊല്ലാവുന്നതാണ്. അതിന് കഴിയാത്തവർ ഓം ശ്രീ മഹാലക്ഷ്മി നമോസ്തുതേ എന്ന നാമം 108 തവണ ആ സമയം ചൊല്ലാവുന്നതാണ്. ഇതിനെല്ലാം പുറമെ നമ്മൾ വിശ്വാസത്തോടുകൂടി അകമഴിഞ്ഞ് ദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഈ ഉപ്പുദീപം കത്തിച്ച് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അമ്മ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം മാറ്റി ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന്